നമസ്തേ. ചേലാകർമ്മത്തിന് വിധേയരായ 23 കോടി സ്ത്രീകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് നരകയാതന അനുഭവിക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടുത്ത മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളാണ് ലിംഗഛേദം ചെയ്യപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്നതെന്നും ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പ്രോഗ്രാമും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ചേലാകർമ്മത്തിന് വിധേയരായ സ്ത്രീകളുടെ നരകയാതനകളെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ മുതൽ ലൈംഗികപരമായ പ്രശ്നങ്ങൾ വരെ ഇക്കൂട്ടർ അനുഭവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, വേദനാജനകമായ ലൈംഗിക ബന്ധം, വിഷാദം, ഉത്കണ്ഠ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവ ഇക്കൂട്ടർ അനുഭവിക്കുന്നുണ്ടെന്ന് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് BMC പബ്ലിക് ഹെൽത്ത് എന്ന ജേർണലിലാണ്. 30ഓളം രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച 75ഓളം പഠനങ്ങളെ ആധാരമാക്കിയാണ് വിലയിരുത്തലിനെത്തിയത്. FGM ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നറിയപ്പെടുന്ന ചേലാകർമ്മത്തിന് വിധേയരാകുന്ന പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വൈദ്യശാസ്ത്ര സംബന്ധമായ കാരണങ്ങളില്ലാതെ സ്ത്രീയുടെ ബാഹ്യ ജനനേന്ദ്രിയ ഭാഗം ഭാഗികമായോ പൂർണ്ണമായോ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് FGM. ഇത് മനുഷ്യാവകാശ ലംഘനം ആണെന്ന് മാത്രമല്ല, ആജീവനാന്തം വേദനയും ആഘാതവും പകരുന്ന അവസ്ഥയാണെന്നും ആഗോളതലത്തിൽ 23 കോടി സ്ത്രീകൾ ഇത് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. FGMന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുടുംബങ്ങൾക്ക് അവബോധം പകരേണ്ടതും ലിംഗഛേദത്തിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണ നൽകേണ്ടതും പ്രധാനമാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് റിസർച്ച് വിഭാഗം ഡയറക്ടറായ ഡോക്ടർ പാസ്കേൽ അലോട്ടി പറയുന്നു. ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള 30ഓളം രാജ്യങ്ങളിൽ ലിംഗഛേദം സാധാരണയായി നടന്നുവരുന്നുണ്ട്. പ്രസവ സംബന്ധമായ സങ്കീർണതകളും ഇക്കൂട്ടരിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ടെന്ന് പഠനം സൂചിപ്പിക്കുന്നുണ്ട്. യുണിസെഫ് കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചേലാകർമ്മത്തിനിരയാകുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സ്ത്രീകളിലെ ചേലാകർമ്മം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ആചാരം ഇപ്പോഴും നിർഭയമായി തുടരുന്നുണ്ടെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീ ലൈംഗികാവയവത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തൽ എന്നാണ് ഐക്യരാഷ്ട്രസഭ ചേലാകർമ്മത്തിന് നൽകിയ പേര്. അണുബാധകളും മറ്റും അടിക്കടി വരികയും സാധാരണക്കാരെ അപേക്ഷിച്ച് വിഷാദം, ഉത്കണ്ഠ എന്നിവ വരാനുള്ള സാധ്യത 3 മടങ്ങ് കൂടുതലാണെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. നവജാത ശിശുക്കൾ മുതൽ 15 വയസ്സ് പ്രായമുള്ളവരിലാണ് FGM ചെയ്തു വരുന്നത്. ഈ പ്രക്രിയ സുരക്ഷിതമാണെന്ന വിശ്വാസത്തിൽ ആരോഗ്യ പ്രവർത്തകർ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പഠനത്തിൽ പറയുന്നുണ്ട്. ഒരു തരത്തിലും FGM പ്രക്രിയയും സുരക്ഷിതമല്ലെന്നും എല്ലാവിധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. FGM പ്രക്രിയയുടെ ഉടനടിയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ലോകാരോഗ്യ സംഘടന തന്നെ എടുത്തു പറയുന്നുമുണ്ട്. പ്രായമായ സ്ത്രീകൾ കത്തി, ബ്ലേഡ്, ഉളി തുടങ്ങിയ ആയുധങ്ങളാണ് ചേലാകർമ്മം നടത്താൻ ഉപയോഗിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനമായതിനാൽ തന്നെ ആശുപത്രികളിൽ ഇത് ചെയ്യില്ല. ചേലാകർമ്മം ചെയ്യുന്നവർക്ക് മൂത്രമൊഴിക്കുമ്പോൾ വേദന, മൂത്രാശയ അണുബാധ, വെജൈനൽ ഡിസ്ചാർജ്, ബാക്ടീരിയൽ വെജൈനോസിസ്, ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിൽ, വേദനാജനകമായ ആർത്തവം, ആർത്തവരക്തം പുറന്തള്ളുന്നതിൽ പ്രയാസം, ലൈംഗിക ബന്ധത്തിനിടെയുള്ള വേദന, പ്രസവ സംബന്ധമായ സങ്കീർണതകൾ, പിൽക്കാലത്ത് ചെയ്യേണ്ടി വരുന്ന സർജറികൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അതിൽ വിഷാദം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, PTSD തുടങ്ങിയ രോഗങ്ങളാണ് ഉണ്ടായേക്കുക. മാതാപിതാക്കൾ മുൻകൈയെടുത്താണ് പലപ്പോഴും ചേലാകർമ്മം നടത്താറുള്ളത്. ഇസ്ലാം മതത്തിൽ ചേലാകർമ്മം നടത്താൻ നിർബന്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയിൽ ഇപ്പോഴും സംവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആർത്തവരക്തം പോകാനും മൂത്രമൊഴിക്കാനും മാത്രമായി ചെറിയ ഒരു സുഷ്രം മാത്രമാണ് ചേലാകർമ്മത്തിന് ശേഷം ഉണ്ടാവുക. 2 വശത്തെ തൊലികൾ ചേർത്ത് യോനിയുടെ ബാക്കി ഭാഗം തുന്നിക്കെട്ടുന്ന രീതി ചിലയിടങ്ങളിലുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം മാത്രമേ തുന്നിക്കെട്ട് അഴിക്കുകയുള്ളൂ. സ്വയംഭോഗം ചെയ്യാതിരിക്കാനും വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് സ്ത്രീകളെ തടയാനുമാണിത് എന്നാണ് അവകാശപ്പെടുന്നത്.